ഹായ് ഗൈസ്, എല്ലാവർക്കും മോട്ടോർ ഗാരേജിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഹോണ്ടയുടെ ഷോറൂമിലാണ്. ഹോണ്ടയുടെ ഏറ്റവും പുതിയ ഹോണറ്റ് 2.0 എന്ന മോഡലാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്രയും നാൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്ന ഹോണറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലുക്കിൻ്റെ കാര്യത്തിലായാലും എൻജിൻ്റെ കാര്യത്തിലും ഷാസിയുടെ കാര്യത്തിലും അടിമുടി മാറ്റങ്ങൾ കൂടിയാണ് പുതിയ ഹോണറ്റ് 2.0 നമ്മുടെ വിപണിയിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം പുതിയ ഹെഡ്ലാമ്പ് യൂണിറ്റ്, ഒരു കംപ്ലീറ്റ് LED ഹെഡ്ലാമ്പ് യൂണിറ്റാണ് പുതിയ ഹോണറ്റ് 2.0 വന്നിരിക്കുന്നത്. അപ്പോൾ ഹെഡ്ലാമ്പ് യൂണിറ്റിൽ മാത്രമല്ല, ഇൻഡിക്കേറ്റർ ആണെന്നുണ്ടെങ്കിലും ബാക്കിലെ ടെയിൽ ലാമ്പ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ മുകളിലുള്ള കൊടുത്തിരിക്കുന്ന ലൈറ്റിലാണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ LED ലൈറ്റുകളാണ് കംപ്ലീറ്റ് ഈ വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ നോക്കുമ്പോൾ വളരെ നല്ല ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനായിട്ടുള്ള നല്ല രീതിയിൽ മോഡേണായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു LED ലാമ്പാണ് നമ്മുടെ ഹോണറ്റ് 2.0 വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഹെഡ് ലാമ്പ് യൂണിറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ള 2 ക്ലാമ്പിലാണ് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഹോണ്ട എന്നുള്ള ഒരു ബാഡ്ജിങ്ങും കാണാം. ഇപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഈ ഫോക്സ് ആണ്, അതായത് ഗോൾഡ് കളറിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള ഫോക്സ്. അതൊരു USD ഫോക്സ് ആണ് ഇപ്പോൾ നമ്മുടെ ഹോണറ്റിൽ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഈ വണ്ടിയുടെ സെഗ്മെൻറ്റിൽ മറ്റൊരു ബ്രാൻഡുകളും കൊടുത്തിട്ടില്ലാത്ത ഒരു കാര്യമാണ് അപ്സൈഡ് ഡൗൺ ഫോക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സെഗ്മെൻറ്റ് ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറും കൂടിയാണ് ഈ അപ്സൈഡ് ഡൗൺ ഫോക്സ് നമ്മുടെ ഹോണറ്റിൽ വന്നിരിക്കുന്നത്. അത് നമുക്ക് കണ്ടാൽ അറിയാം, ഷോവ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ USD ഫോക്സ് ആണ് പുതിയ ഹോണറ്റിൽ വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ ഫ്രണ്ടിലെ ടയറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 110/70/17 ഇഞ്ചാണ് ഫ്രണ്ടിലെ ടയർ വരുന്നത്. അത് മാക്സിസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ടയറുകളാണ് ഇപ്പോഴും ഹോണ്ടയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ ABS ഉണ്ട്. അതൊരു സിംഗിൾ ചാനൽ ABS ആണ്. ഫ്രണ്ട് വീലിന് മാത്രമാണ് ABS വരുന്നത്. അപ്പോൾ നമ്മുടെ ABSൻ്റെ സ്റ്റിക്കർ ഈ ഒരു മഡ് ഗാർഡിൽ കൊടുത്തിരിക്കുന്നതാണ്. മഡ് ഗാർഡിൻ്റെ ഫ്രണ്ട് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ബാക്കിലേക്ക് വരുമ്പോൾ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് ബാക്കിലോട്ട് കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ്. അതായത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ വണ്ടിയിൽ ഒരുപാട് ഈ ഒരു ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചള്ളയും മണ്ണൊക്കെ അടിച്ച് തെറിച്ച് അവിടുത്തെ ഒരു ഗ്ലോസി ഇതാകുമ്പോൾ പെട്ടെന്ന് അവിടെ നമുക്ക് എന്തെങ്കിലും പോറലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എടുത്ത് കാണും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഒരു മാറ്റ് കളറിലുള്ള ഫിനിഷാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ് വരുന്ന ആ ഒരു ട്യൂബ് കാണാം. അതിൻ്റെ കൂടെ തന്നെ ABSൻ്റെ ഒരു ലൈനിങ്ങും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെയാണ് ഈ മഡ് ഗാർഡിൻ്റെ ബാക്കിലായിട്ട് ഒരു റിഫ്ലക്ടറും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് വണ്ടിയുടെ ഫ്രണ്ടിലെ മെയിൻ കാര്യങ്ങളായിട്ട് വരുന്നത്. ഇനി സൈഡിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് നമ്മുടെ സീറ്റ് ആയിക്കോട്ടെ, സീറ്റിൻ്റെ ഡിസൈന്, അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂവൽ ടാങ്കിൻ്റെ അവിടുത്തെ ഡിസൈന് എല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ പഴയ ഹോണറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ യാതൊരു തരത്തിലുള്ള സിമിലാരിറ്റീസും ഇപ്പോഴത്തെ ഹോണറ്റ് 2.0 വരുന്നില്ല. ഇപ്പോൾ വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റിക്കറിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. വളരെ ഒരു സ്പോർട്ടി ലുക്ക് ആയിരുന്നു, കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കറാണ് നമ്മുടെ ഹോണറ്റ് 2.0 ഇപ്പോൾ ഹോണ്ട കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ടാങ്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഐഡൻറ്റിക്കലാണ്. അതായത് 12 ലിറ്റർ കപ്പാസിറ്റി തന്നെയാണ് നമ്മുടെ പുതിയ ഹോണറ്റിലും ഹോണ്ട കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ താഴേക്ക് വരുമ്പോൾ ഒരു എൻജിൻ ഗാർഡ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിലുള്ള ലുക്കിനെ തന്നെ ഒരു ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ദൂരം നോക്കുമ്പോൾ ഒരു എൻജിൻ ഗാർഡൊക്കെ ഉള്ളൊരു വണ്ടി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ലുക്ക് തരുന്നതാണ്. അവിടെ എൻജിൻ ഗാർഡ് ഇല്ലെന്നുണ്ടെങ്കിൽ അത്ര ഒരു ലുക്ക് നമുക്ക് തോന്നത്തില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ളൊരു ലുക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ എൻജിൻ വരുന്നത്. എൻജിനും കംപ്ലീറ്റ് മാറ്റം പറ്റിയിട്ടുണ്ട്. നേരത്തെ 160cc എൻജിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 184cc എയർ കൂൾഡ് എൻജിനാണ് നമ്മുടെ ഹോണറ്റിൽ വരുന്നത്. ലിക്വിഡ് കൂളിങ്ങോ അതോ ഓയിൽ കൂളിങ്ങോ കാര്യങ്ങളൊന്നും തന്നെയല്ല, പക്ക എയർ കൂൾഡ് എൻജിനാണ് നമ്മുടെ വണ്ടിയിൽ വരുന്നത്. അപ്പോൾ എൻജിൻ്റെ സൈഡിൽ എയർ കൂൾഡ് എൻജിൻ ആയതുകൊണ്ട് തന്നെ വളരെ വീതിയേറിയ ഫിൻസ് നമ്മുടെ എൻജിൻ്റെ സൈഡുകളിലെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്ത് കളയാണ്ട് കഴിവുള്ള രീതിയിലുള്ള ഫിൻസ് നമ്മുടെ എൻജിൻ്റെ സൈഡിലെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടാങ്കിൻ്റെ സൈഡിലുള്ള ഈ ഒരു ഫൈബർ പാർട്ടിൽ
ഫങ്ഷനിങ് ആയിട്ടുള്ള എയർ വെൻസുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കി അറിയുന്നുണ്ടോ, ഇത് ഫങ്ഷനിങ് ആണ് ഈ എയർ വെൻസ് കാര്യങ്ങൾ. അതെല്ലാം മൊത്തത്തിലുള്ള ഒരു പ്രീമിയം ബൈക്കിൻ്റെ ഒരു ഫീല് കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഹോർനെറ്റ് 2.0 എന്ന് പറഞ്ഞാൽ ഹോണ്ടയുടെ തന്നെ 190R എന്നുള്ള ഒരു മോഡലിനെ വെച്ചാണ് ഈ ഒരു ഹോർനെറ്റ് 2.0യുടെ കംപ്ലീറ്റ് ഡിസൈന് കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സൈഡിലാണെന്നുണ്ടെങ്കിലും അപ്പുറത്തെ പോലെ തന്നെ ഇവിടെ ആയിട്ട് ഈ ഒരു ഫൈബർ പാർട്ടിൽ ഹോണ്ടയുടെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. അതൊക്കെയാണ് സൈഡിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതാണ് വണ്ടിയുടെ സ്പാർ പ്ലഗ് കാര്യങ്ങളെല്ലാം വരുന്നതാണ് ഈ ഒരു സൈഡിൽ. അതുപോലെ തന്നെ വണ്ടിയുടെ ക്ലച്ച് കേസ് കാര്യങ്ങളെല്ലാം ഈ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ക്ലച്ചിൻ്റെ കേബിൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും നമ്മുടെ വണ്ടിയുടെ ഫുഡ് റെസ്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പ്രിങ് ആക്ഷനുള്ള ഒരു ഫുഡ് റെസ്റ്റാണ് നമ്മുടെ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ഇനിയും ബ്രേക്കിൻ്റെ പെഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു മെറ്റൽ പെഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ റബ്ബറിൻ്റെ ഫിനിഷിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പകരം ഒരു കംപ്ലീറ്റ്ലി മെറ്റലായിട്ടുള്ള ഒരു പെഡലാണ് നമ്മുടെ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി ആ പെഡലിൻ്റെ മുകളിലായിട്ട് ഒരു HET എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ കാണാം. അതായത് ഹോണ്ടയുടെ ഒരു ടെക്നോളജിയുടെ ബാഡ്ജിങ് ആണ് ആ HET എന്ന് പറയുന്നത്. അതായത് എഞ്ചിൻ്റെ കംപ്രഷൻ ചേമ്പറിലെ ഫ്രിക്ഷൻ കുറച്ചിട്ട് കുറച്ചുകൂടെ സ്മൂത്തായിട്ടുള്ള കംപ്രഷനും അതുപോലെ തന്നെ നല്ല മൈലേജും അക്വയർ ചെയ്യാനായിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഹോണ്ടയുടെ ഈ HET ടെക്നോളജി എന്ന് പറയുന്നത്. അതിൻ്റെ BS6 ആ ഒരു സ്റ്റിക്കർ കാര്യങ്ങൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഹോർനെറ്റ് 2.0 അതായത് 2.0യുടെ ഒരു ബാഡ്ജിങ്ങും സൈഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സൈഡിൽ നിന്നുള്ള പ്രധാന കാര്യം. ഇനി നമ്മുടെ ടാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു ടാങ്കാണ് നമ്മുടെ ഹോർനെറ്റിൽ വരുന്നത്. ഇനി മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടാങ്കിലാണ് നമ്മുടെ വണ്ടിയുടെ ആ ഒരു കീയുടെ സ്ലോട്ട് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത് വണ്ടിയുടെ ടാങ്കിലാണ്. അതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പ്രീമിയം മോഡലുകളിൽ മാത്രമാണ് നമ്മളിങ്ങനെ, അതായത് വണ്ടിയുടെ ടാങ്കിൽ ഒരു ഇഗ്നിഷൻ സ്ലോട്ട് കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫീച്ചറോടെ നമ്മുടെ ഈ ഹോണ്ട കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടാങ്കിൻ്റെ സൈഡിലൊക്കെ നോക്കിയാൽ അറിയാം ഒരു കാർബൺ ഫൈബറിൻ്റെ പോലുള്ള ഒരു ഡിസൈന് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ടാങ്കിൻ്റെ സൈഡുകളിലൊക്കെ ടാങ്കിൻ്റെ നടുക്കായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഹോണ്ടയുടെ ബാഡ്ജിങ് കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു സേഫ്റ്റി പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ, അതായത് ഹെൽമെറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കണം എന്നുള്ള ഒരു സ്റ്റിക്കറും കൂടെ ഇവിടെ ഹോണ്ട കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഹാൻഡിൽ ബാർ വരുന്നത്. നല്ല അലൂമിനിയം ഫിനിഷോട് കൂടിയ ഒരു ഹാൻഡിൽ ബാറാണ് നമ്മുടെ വണ്ടിക്ക് വരുന്നത്. നല്ല ലുക്കുള്ള, ഒരുപാട് പോരായ്മ ഒന്നും തന്നെ തോന്നിക്കാത്ത രീതിയിലുള്ള ഒരു ഹാൻഡിൽ ബാർ നമ്മുടെ വണ്ടിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ വണ്ടിയുടെ മീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഡിസ്പ്ലേ ഉള്ള മീറ്ററാണ് വണ്ടിക്ക് വരുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു ബ്ലൂ കളർ വരുന്നുണ്ടെങ്കിലും അതിന് മുകളിൽ മറ്റ് കളറൊന്നും തന്നെ വരുന്നില്ല, ഫുള്ള് വൈറ്റും. ഇനി റെഡ് ലൈൻ്റെ അവിടെ ആയിട്ട് മാത്രം ചെറിയൊരു റെഡിൻ്റെ ഒരു ഇൻസേർട്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ മുകളിലായിട്ട് വളരെ നീളത്തിൽ ഒരു ടാക്കോമീറ്റർ കാണാം. വണ്ടിയുടെ സ്പീഡോമീറ്റർ കംപ്ലീറ്റ്ലി എല്ലാം തന്നെ ഡിജിറ്റലാണ്. ഇവിടെ ഈ സ്വിച്ച് നമുക്ക് ഞെക്കുമ്പോൾ ഇവിടെ നമുക്ക് ട്രിപ്പ്, അതുപോലെ ട്രിപ്പ് A, ട്രിപ്പ് B, അതുപോലെ തന്നെ ബാറ്ററിയുടെ വോൾട്ടേജ്, പിന്നെ അതുപോലെ ടോട്ടൽ കിലോമീറ്റർ വണ്ടി എത്ര ഓടി എന്നുള്ള ഒരു കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ മീറ്ററിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഫ്യൂവൽ ഡിസ്പ്ലേ വരുന്നത് ഈ റൈറ്റ് സൈഡിലായിട്ടാണ്. അതിൻ്റെയും റൈറ്റ് എൻഡിലായിട്ടാണ് നമ്മുടെ ഗിയർ പൊസിഷൻ്റെ ഒരു ഇൻഡിക്കേഷനും കൂടി വരുന്നുണ്ട്. ഈ ഒരു മീറ്ററിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ടും ഇവിടെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇൻഡിക്കേറ്ററിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അതിൻ്റെ താഴെ ABS, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റേത്, ന്യൂട്രൽ, അതുപോലെ എൻജിൻ വാർണിങ്ങിൻ്റെ ലൈറ്റ് കാര്യങ്ങളെല്ലാമാണ് ഈ ഒരു ചെറിയ ഡിസ്പ്ലേയിൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഹാൻഡിൽ ബാറിലെ കൺട്രോൾസിൻ്റെ കാര്യം നോക്കാം. ഓക്കെ, ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഡിമ്മ് ലോയെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്വിച്ചുണ്ട്. അതിൻ്റെ താഴെ നമ്മുടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ടോഗിൾ ചെയ്യുന്ന സ്വിച്ചുണ്ട്. അതിൻ്റെ താഴെയായിട്ടാണ് നമ്മുടെ ഹോൺ വരുന്നത്. വളരെ ബേസിക്കായിട്ടുള്ള സ്വിച്ചുകളാണ്, എന്നാൽ കുറച്ചൊരു ക്വാളിറ്റി കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് വരുമ്പോൾ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഒരു സ്വിച്ച് കാണാം. അതിൻ്റെ താഴെയായിട്ട് ഹസാർഡ് ഇൻഡിക്കേറ്റർ, അതായത് ഹസാർഡ് ഇൻഡിക്കേറ്ററിന് വേണ്ടിയിട്ട് ഒരു ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഹസാർഡ് യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റും കാര്യങ്ങളെല്ലാം രണ്ടാമത് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റായിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഹോൺസിൽ ഇൻബിൽട്ടായിട്ട് തന്നെ ഒരു ഹസാർഡ് യൂണിറ്റ് കൂടി വരുന്നുണ്ട്. അതിൻ്റെ സ്വിച്ചാണ് നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെ നമ്മുടെ വണ്ടിയുടെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ചും കാണാം. ഇനി വണ്ടിയുടെ ആ ഒരു ഹാൻഡിലെ ഗ്രിപ്പിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല വീതിയുണ്ട്. അതായത് നല്ല രീതിക്ക് നമുക്ക് ഫേമായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന നല്ല വീതിയുള്ള ഒരു ഗ്രിപ്പാണ് നമ്മുടെ ഹാൻഡിൽ ബാറിൽ വരുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ഹാൻഡിൽ വെയിറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്ലച്ചിൻ്റെ, വളരെ ലൈറ്റാണ്, ഒരുപാട് കട്ടിയൊന്നും പിടിക്കേണ്ട. ക്ലച്ചിൻ്റെ ആ ഒരു പ്ലേ എന്ന് പറയുന്നത് വളരെ ലൈറ്റാണ്. അതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഫീല് കാര്യങ്ങളെല്ലാമാണ് വരുന്നത്. ഇതാണ് നമ്മുടെ മിറർ വരുന്നത്. അത്യാവശ്യം നല്ല വീതിയുള്ള, നല്ല വൈഡായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു
മിററാണ് വരുന്നത്. നമ്മൾ തിരിച്ച് നോക്കുമ്പോൾ വലിയ കട്ടിക്കുറവോ കാര്യങ്ങളൊന്നുമില്ല. അതായത് പെട്ടെന്ന് ഒന്ന് കാറ്റടിച്ചാൽ വളഞ്ഞു പോകുന്ന രീതിയിലുള്ള മിററോ കാര്യങ്ങളൊന്നുമില്ല. നല്ല കട്ടിയുള്ള ഒരു മിററാണ് നമ്മുടെ ഹോണറ്റിൽ വരുന്നത്. അതായത് ഇപ്പോൾ റൈറ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഡിസ്കിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ റിസർവോയർ ഈ റൈറ്റ് സൈഡിലായിട്ട് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മീറ്ററിൻ്റെയും അതുപോലെ ഹാൻഡിലിൻ്റെയും വിശേഷങ്ങൾ വരുന്നത്. അപ്പോൾ ഇനി നമ്മുടെ സൈഡിൽ ബാക്കിലേക്ക് വരുമ്പോൾ ബാക്കിലെ ഫുട്ട് റെസ്റ്റ് ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ആ ഫുട്ട് റെസ്റ്റിൽ കുറച്ചുകൂടി ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഫിനിഷ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് പുറകിരിക്കുന്നവർക്ക് നല്ല ഫേമായിട്ട് ചവിട്ടിയിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫിനിഷോട് ഈ ഒരു ഫുട്ട് റെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കിലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സാരി ഗാർഡുണ്ട്. അതായത് വീട്ടുകാരെയൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന അമ്മയൊക്കെ വെച്ചുകൊണ്ടോ ഒക്കെ പോകുന്ന സമയത്ത് ഒരു സാരി ഗാർഡ് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു സാരി ഗാർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതാണ് നമ്മുടെ വണ്ടിയുടെ സൈഡ് സ്റ്റാൻഡ് വരുന്നത്, അതുപോലെ സെൻറ്റർ സ്റ്റാൻഡ്, അതുപോലെ നമ്മുടെ ഈ ഫുട്ട് റെസ്റ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു ഗിയർ ലിവറോടെ കൊടുത്തിട്ടുണ്ട്. അത് ടോ മാത്രമാണ് വരുന്നത്, ഹീലിന് വരുന്നില്ല, ജസ്റ്റ് ടോ മാത്രമാണ് നമ്മുടെ ഗിയർ ലിവർ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ സൈഡിൽ നിന്നുള്ള കാര്യം. ഇനി ബാക്കിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ പഴയ ഹോണറ്റിൽ നിന്ന് ഈ ഒരു ഹോണിലേക്ക് വരുമ്പോൾ ആകെ പണ്ടത്തെ പോലെ ഇപ്പോഴും സിമിലറായിട്ട് നിൽക്കുന്നത് ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് മാത്രമാണ്. ഒരു എക്സ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റാണ് നമ്മുടെ ഹോണറ്റിൽ വരുന്നത്. അത് നമ്മുടെ നേരത്തെ ഉള്ള ഹോണറ്റിലും ഇപ്പോഴും അത് സെയിം യൂണിറ്റ് തന്നെയാണ് വരുന്നത്. അതിൻ്റെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ മഡ് ഗാർഡ് കാണാം. മഡ് ഗാർഡിലായിട്ട് ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റ് പിടിപ്പിക്കാനായിട്ടുള്ള ഹോൾസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാം തന്നെ LED ലൈറ്റുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ടെയിൽ ലാമ്പ് ആണെന്നുണ്ടെങ്കിലും ബാക്കിലെ ഇൻഡിക്കേറ്റർ ആണെന്നുണ്ടെങ്കിലും ഇവിടെ മുകളിൽ വരുന്ന ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ LED ലൈറ്റുകളാണ് വരുന്നത്. ഫ്രണ്ടിലെ പോലെ തന്നെ വളരെ നീറ്റായിട്ട് ഡിസൈൻ ചെയ്ത് അതുപോലെ തന്നെ വളരെ നീറ്റായിട്ട് പൊസിഷൻ ചെയ്തിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ഇവിടെ ബാക്കിൽ നമുക്ക് കാണാം. ഇനി ബാക്കിലെ ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 110/70/17 ആയിരുന്നെങ്കിൽ ബാക്കിലേക്ക് വരുമ്പോൾ 140/70/17 ടയറുകളാണ്, ട്യൂബ്ലെസ് ടയറുകളാണ് ബാക്കിൽ വരുന്നത്. വളരെ നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അലോയ് വീല് നമുക്ക് കാണാം. ബാക്കിലും നമുക്ക് ഫ്രണ്ടിലെ പോലെ തന്നെ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. എന്നാൽ ബാക്കിലോട്ട് നമുക്ക് ABS ഇല്ല, സിംഗിൾ ചാനലാണെന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ മാത്രമേ നമുക്ക് ABS വരുന്നുള്ളൂ. അപ്പോൾ ഇനി എക്സോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ഹോണറ്റിൽ നമ്മൾ കണ്ട പോലത്തെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു എക്സോസ്റ്റ് പൈപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു എക്സോസ്റ്റ് ഗാർഡും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കാലൊന്നും കൊണ്ട് പൊള്ളാതിരിക്കാണ്ട് ഇവിടെ ഒരു ഗാർഡും കൂടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ ബാക്കിലെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ഒരു റിസർവോയർ വരുന്നത്. അതിൻ്റെ റിസർവോയറും എല്ലാം വളരെ നന്നായിട്ട് ഇതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബാക്കിലെ ഷോക്ക് അബ്സോർബർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ വരുന്നത് മോണോ ഷോക്കാണ് വരുന്നത്. വളരെ നല്ല ഒരു കംഫർട്ട് തരുന്ന രീതിയിലാണ് ഇതിൻ്റെ ബാക്കിലെ ഷോക്കും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ വെളിയിൽ നിന്നുള്ള ഒരു വ്യൂവും കാര്യങ്ങളും. ഇപ്പോൾ സ്പ്ലിറ്റ് സീറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. അതായത് നമ്മുടെ ഹോണറ്റിൽ നേരത്തെ കൊടുത്തിരുന്ന ഒരു സിംഗിൾ സീറ്റായിരുന്നു. എന്നാൽ പുതിയ ഹോണറ്റിലേക്ക് വരുമ്പോൾ സ്പ്ലിറ്റ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കുഷനിങ് ഉള്ള നല്ല വീതിയുള്ള സീറ്റുകളാണ് നമ്മുടെ ഹോണറ്റ് 2.0യിൽ വരുന്നത്. ഇനി സീറ്റിൻ്റെ ബാക്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 ഗ്രാബ് റെയിലുകൾ കാണാം. അത്യാവശ്യം നല്ല ഫേമായിട്ട് നമ്മുടെ പിലിയാണ് പിടിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്രാബ് റെയിലുകളും നമ്മുടെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ടോട്ടൽ എക്സ്റ്റീരിയറിൽ നിന്നുള്ള ആ ഒരു വ്യൂവും അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു വണ്ടിയുടെ സീറ്റിന് നല്ല വിഡ്ത്തുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടായിട്ട് നമുക്ക് വണ്ടിയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇനി വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് നോക്കിയാലും FC ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി ഇൻക്രീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഷോർട്ടായിട്ടുള്ള റൈഡേഴ്സിന് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. അതായത് കാല് രണ്ട് മുഴുവനായി തറയിലെത്തണമെന്നില്ല, എന്നാൽ പോലും വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാല് രണ്ടും തറയിലെത്തുന്നുണ്ട്. അതുപോലെ വണ്ടിയുടെ ഓവറോൾ വെയിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 142 kg ആണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. 260cc മറ്റ് ബൈക്കിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വെയിറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ വണ്ടി നല്ലപോലെ കൺട്രോൾ ചെയ്യാനും പറ്റും. വണ്ടിയുടെ ഒരു റൈഡിങ് പൊസിഷനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അപ്രൈറ്റായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കൈയുടെ പൊസിഷനിങ് ആണെന്നുണ്ടെങ്കിൽ പോലും വളരെ വൈഡായിട്ട് നമുക്ക് കൈ വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ജോയിൻറ്റുകളിലൊന്നും തന്നെ യാതൊരു സ്ട്രെസ്സ് വരാത്ത രീതിയിലുള്ള ഒരു റൈഡിങ് പൊസിഷനാണ് നമ്മുടെ ഈ വണ്ടിയിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പിന്നെ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിൽ എടുത്ത് പറയേണ്ടത് വണ്ടി ഒരു നേക്കഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഹെഡ് വെയിറ്റ് കുറവാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ട്രാഫിക്കിലാണെന്നുണ്ടെങ്കിലും കോർണറിലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇനി വണ്ടിയുടെ ടയറിൻ്റെ ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ എക്സലൻ്റ് ആണ്. ഒന്ന് തന്നെ ഒരു പോരായ്മ അതിനെപ്പറ്റി പറയാനില്ല. നല്ല രീതിക്കുള്ളൊരു ഗ്രിപ്പ്, നല്ല രീതിക്കുള്ള റോഡ് ഗ്രിപ്പ് ടയർ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോർണറിലോട്ടൊക്കെ വീണ്ടും പുഷ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു തോന്നലുണ്ടാവും. ഇനി സസ്പെൻഷൻ്റെ ഒരു കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡിലെ ചെറിയ ചെറിയ പോട്ട് ഹോൾസ് ആണെന്നുണ്ടെങ്കിലും ചെറിയ കട്ടിങ് നമുക്ക് ചാടുമ്പോഴാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ നല്ല രീതിയിൽ സോക്ക് ചെയ്തെടുക്കുന്ന രീതിയിലുള്ള സസ്പെൻഷനാണ് വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും വന്നിട്ടുള്ളത്. ഒരുപാട് സ്റ്റിഫും അല്ല, ഒരുപാട് സോഫ്റ്റും അല്ല, അതിന് രണ്ടിനെയും നല്ല രീതിക്ക് ബാലൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സസ്പെൻഷൻ തന്നെയാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഒരു കോർണറൊക്കെ ചെയ്യുന്ന സമയത്ത്
വണ്ടി വളരെ സ്റ്റേബിളാണ്, നല്ലൊരു കോൺഫിഡൻസ് തരുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ഡിസ്കംഫർട്ടും ഉണ്ടായി നമുക്ക് ഒരു കോർണറിലോട്ട് എടുക്കാൻ ഒരു പേടി തോന്നിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും വണ്ടിയിൽ നിന്ന് ഉണ്ടാകുന്നില്ല. പിന്നെ വണ്ടിയുടെ ബ്രേക്സിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ABS സിംഗിൾ ചാനൽ ABS ആണ് വണ്ടിയിൽ വരുന്നത്. ബാക്കിലേക്ക് ABS ഇല്ല. അപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഡിസ്കുകൾ നോക്കിയാൽ പെറ്റൽ ഡിസ്കുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസ്കിലുണ്ടാകുന്ന ഹീറ്റ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രേക്ക് പാഡിൻ്റെ ഒക്കെ ലൈഫ് കുറച്ചുകൂടെ കൂടുതലായിട്ട് നമുക്ക് ലഭിക്കും. ഫ്രണ്ടിലെ ബ്രേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 270 മില്ലിമീറ്ററിൻ്റെ ഡിസ്ക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ 220 മില്ലിമീറ്ററിൻ്റെ ഡിസ്ക്. അത് അത്യാവശ്യം നല്ല രീതിക്കുള്ള ബൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആകെയുള്ളൊരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രണ്ട് ബ്രേക്ക് ലിവർ കുറച്ച് നേരത്തെ കട്ട് ചെയ്യാവുന്നുണ്ട്. കറക്റ്റായിട്ട് ബ്രേക്ക് അപ്ലൈ ആവുന്നതിന് മുന്നേ തന്നെ ആ ലിവർ കട്ട് ചെയ്യാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഫീഡ്ബാക്ക് ഇച്ചിരി കുറവാണ്. അത് മാറ്റിക്കഴിഞ്ഞാൽ വേറെ യാതൊരു പ്രശ്നങ്ങളും തന്നെ ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ തോന്നിയിട്ടില്ല. ഇനി എഞ്ചിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് പഴയ 160cc എഞ്ചിനല്ല, പുതിയ ഒരു 184cc എഞ്ചിനാണ് നമ്മുടെ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അത് പക്ക എയർ കൂൾഡ് എഞ്ചിനാണ്. യാതൊരു തരത്തിലുള്ള ഓയിൽ കൂളിംഗ് ലിക്വിഡ് കൂളിംഗ് ഒന്നും തന്നെ ഇല്ല. പക്ക എയർ കൂൾഡ് എഞ്ചിൻ. എന്നാൽ പോലും യാതൊരു തരത്തിലുള്ള ഹീറ്റോ കാര്യങ്ങളൊന്നും നമ്മുടെ കാലിലോട്ട് അടിക്കുന്നോ എഞ്ചിൻ ഓവർ ഹീറ്റ് ആകുന്നോ അങ്ങനെ യാതൊരു പ്രശ്നം തന്നെ ഇല്ല. വളരെ നല്ല രീതിക്ക് ഹീറ്റ് മാനേജ്മെൻ്റ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു 184cc എഞ്ചിനാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ എഞ്ചിൻ്റെ പവറിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 17 PS പവർ 8500 RPM പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ 16 Nm 6000 RPM പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ 6000 RPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ടാക്കോമീറ്ററിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12000 RPM ആണെന്ന് പറഞ്ഞാൽ കൃത്യം ഒരു മിഡ് റേഞ്ചിലാണ് നമുക്ക് മാക്സിമം ടോർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ മിഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ അധികം പഞ്ചിയായിട്ടുള്ള ഒരു മിഡ് റേഞ്ചാണ് നമുക്ക് ലഭിക്കുന്നത്. ലോ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ആക്സലറേഷൻ കിട്ടുന്നുണ്ട്. വണ്ടിയുടെ മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 8500 RPM. അപ്പോൾ അതിന് മുകളിലോട്ട് നോക്കിയാൽ വണ്ടിയുടെ പവർ ഔട്ട്പുട്ട് ഇച്ചിരി ഫ്ലാറ്റാണ്. അതിന് മുകളിലോട്ട് നമ്മളെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന രീതിയിലുള്ള ഒരു പവറോ കാര്യങ്ങളൊന്നും തന്നെ വണ്ടിയിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ പഴയ ഹോണറ്റിനെ വെച്ച് നോക്കുമ്പോൾ വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ ഹോണറ്റ് വണ്ടി ഓടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും വണ്ടിയുടെ ലുക്കിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്പോർട്ടി അല്ലായിരുന്നു. ഇച്ചിരി കംഫർട്ട്, ഇച്ചിരി കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു വണ്ടി, അതായത് ഒരു ഡെയിലി യൂട്ടിലിറ്റി ബേസിലൊക്കെ ഉള്ള ഒരു വണ്ടിയായിട്ട് കാണുന്ന ഒരു വണ്ടിയായിരുന്നു പഴയ ഹോണറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടി ഒരു ലുക്കിലാണെന്നുണ്ടെങ്കിലും മറ്റേ പെർഫോമൻസിലാണെന്നുണ്ടെങ്കിലും നല്ലൊരു അഗ്രഷൻ വരുത്തിയിട്ടുണ്ട്. ഒരു 150cc വണ്ടിയാണെന്നും പറയാൻ പറ്റത്തില്ല, 200cc വണ്ടിയാണെന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ 200cc സെഗ്മെൻറ്റിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം വേണ്ടിയ അഗ്രഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് താനും. 150 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 150 ലഭിക്കുന്ന രീതിയിലുള്ള കംഫർട്ട് അതേപോലെ തന്നെ നമുക്കിതിൽ കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഇനി മൈലേജിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 38 തൊട്ട് 45 വരെ അതിനിടയ്ക്കാണ് വണ്ടിയുടെ മൈലേജ് കിട്ടുന്നത്. പിന്നെ വണ്ടിയുടെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോറൂം പ്രൈസ് പത്തനംതിട്ടയിൽ വരുമ്പോൾ 1,31,000 വരുന്നത്. ഏകദേശം 1,58,000 രൂപയോളം വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസും വരുന്നുണ്ട്. പിന്നെ നമുക്കിന്ന് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്തത് കോഴഞ്ചേരിയിലുള്ള മുത്തൂറ്റ് ഹോണ്ടയുടെ ഷോറൂമിലെ സാറാണ്. അതായത് വിവേക് എന്നാണ് സാറിൻ്റെ പേര്, നമ്മുടെ ഷോറൂം മാനേജറിൻ്റെ പേര്. വിളിച്ചപ്പോൾ തന്നെ അതിനിടെ വന്ന് ചെയ്തു, നല്ല പരിചയമുള്ള രീതിയിൽ വന്ന് ചെയ്തോളാമെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ടുള്ള ഞാൻ ആദ്യമായിട്ടാണ് ഷോറൂമിൽ വരുന്നത്. വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ വളരെ മികച്ചതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഈ വണ്ടി തന്ന മുത്തൂറ്റ് ഹോണ്ടയിലെ സ്റ്റാഫുകൾക്ക് ഒരു ബിഗ് താങ്ക്സ് പറയുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുന്നവർ എന്താണ് കാരണം എന്നും കൂടെ പറഞ്ഞിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വണ്ടിയുടെ വിശേഷങ്ങളുമായിട്ട് കണ്ടുമുട്ടുന്ന നമ്പറെ ഗുഡ് ബൈ.